ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ശാമുവേൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. 1 ശാമുവേൽ 1-ാം അധ്യായം 27-ാം വാക്യം. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. ഇന്ന് ഇസ്രായേലിൽ ന്യായാധിപനും പ്രവാചകനുമായ ഒരു വിശുദ്ധ മനുഷ്യനെ നാം കണ്ടുമുട്ടുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ശാമുവേൽ എന്നാണ്. വർഷങ്ങളോളം മച്ചിയായിരുന്ന ഹന്നയ്ക്ക് അവളുടെ പ്രാർത്ഥനകൾക്കുത്തരമായി ഒരു മകനെ ലഭിച്ചു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചത് കൊണ്ട് എന്ന് 1 ശാമുവേൽ 1-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറഞ്ഞുകൊണ്ട് അവൾ അവന് ശാമുവേൽ എന്ന് പേരിട്ടു. തൻ്റെ നേർച്ചയ്ക്ക് വിശ്വസ്തയായി അവൾ അവനെ ബാല്യം മുതൽ കർത്താവിന് സമർപ്പിച്ചു. പുരോഹിതനായ ഏലിയുടെ മുൻപാകെ അവൻ ശുശ്രൂഷ ചെയ്തിരുന്ന ആലയത്തിൽ അവനെ ഉപേക്ഷിച്ചു. നാം ആത്മീയമായി വന്ധ്യരായി തുടരരുത്. ഹന്നയെപ്പോലെ രാജ്യത്തിലേക്ക് പുതിയ ആത്മാക്കളെ കൊണ്ടുവരുവാൻ പ്രാർത്ഥിക്കുക. പൗലോസ് പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങളിൽ ക്രിസ്തു രൂപപ്പെടുന്നതുവരെ ഞാൻ വീണ്ടും പ്രസവിക്കുന്നു എന്ന്. ഇത് ഗലാത്യർ 4-ാം അധ്യായം 19-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. യെശയ്യാവ് ഇങ്ങനെ പ്രഖ്യാപിച്ചു, ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും ഇതാ സിയോൻ പർവ്വതത്തിൽ വസിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൽ നിന്ന് ഞങ്ങൾ ഇസ്രായേൽ അടയാളങ്ങൾക്കും അത്ഭുതങ്ങൾക്കും വേണ്ടിയാകുന്നു എന്ന്. ഇത് യെശയ്യാവ് 8-ാം അധ്യായം 18-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. ഹന്ന ശാമുവേലിനെ കർത്താവിൻ്റെ സേവനത്തിനായി സമർപ്പിച്ചതിനാൽ ദൈവം അവളെ 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും കൂടി നൽകി അനുഗ്രഹിച്ചു. ദൈവത്തിൻ്റെ വേലയിൽ നിങ്ങൾ ശ്രദ്ധാലുവായിരിക്കുമ്പോൾ അവൻ നിങ്ങളുടെ ജീവിതത്തിലേക്കും ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ ചേർക്കുന്നു. യഹോവ ശാമുവേലിനെ ഇസ്രായേലിൽ ഒരു പുരോഹിതനായും പ്രവാചകനായും അഭിഷേകം ചെയ്തു. ശാമുവേലിൻ്റെ കൈകളിലൂടെ ആദ്യത്തെ 2 രാജാക്കന്മാരായ ശൗലും ദാവീദും അഭിഷേകം ചെയ്യപ്പെട്ടു. തൻ്റെ ജീവിതത്തിലുടനീളം ശാമുവേൽ കുറ്റമറ്റവനായി തന്നെ നിലനിർത്തുകയും അവസാനം വരെ ഒരു വിശുദ്ധ ജീവിതം നയിക്കുകയും ചെയ്തു. നമുക്ക് പിന്തുടരാൻ ഒരു നല്ല സാക്ഷ്യം അവശേഷിപ്പിച്ചു. ബാല്യം മുതൽ ശാമുവേൽ ദൈവത്തിൻ്റെ ശബ്ദം ശ്രദ്ധിക്കുകയും അത് അനുസരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രവാചക വിളിയുടെ രഹസ്യം ഇതായിരുന്നു. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ പഠിക്കുന്ന ഏതൊരാളും ഒരു പ്രവാചകനായി മാറുന്നു. നിങ്ങളുടെ ആത്മീയ യാത്രയുടെ തുടക്കം മുതൽ തന്നെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ പഠിക്കുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് അവൻ്റെ ഇഷ്ടം പൂർണ്ണമായി ചെയ്യാൻ കഴിയൂ. ചിലർ അപബോധത്താൽ പ്രവചിക്കുന്നു, മറ്റുള്ളവർ ആത്മാവിൻ്റെ പ്രേരണയാൽ പ്രവചിക്കുന്നു. എന്നാൽ ശാമുവേൽ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടതുകൊണ്ടാണ് പ്രവചിച്ചത്. ശാമുവേൽ ശൗലിനോട് പറഞ്ഞതെല്ലാം കൃത്യമായി സംഭവിച്ചു. ദൈവമക്കളെ, കർത്താവ് നിങ്ങൾക്ക് പ്രവചനവരം നൽകിയാൽ കഴിഞ്ഞ വർത്തമാന ഭാവി സംഭവങ്ങൾ അതേപടി പ്രഖ്യാപിക്കാൻ നിങ്ങൾക്കും കഴിയും. വിശ്വാസികളെ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രവചനവരം കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 1 ശാമുവേൽ 10-ാം അധ്യായം 6-ാം വാക്യം. യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് നീയും അവരോട് കൂടെ പ്രവചിക്കുകയും ആൾ മാറിയതുപോലെ ആയിത്തീരുകയും ചെയ്യും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ യെശയ്യാവ് 50, 51, 52 അധ്യായങ്ങൾ. വൈകുന്നേരം 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം. ആമേൻ.